നമസ്കാരം. മെട്രിക്സ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് സാധാരണ കൂലിവേലയൊക്കെ ചെയ്യുന്ന ഒരു ചേട്ടൻ പാട്ടുപാടി വൈറലായി ഫ്ലവേഴ്സ് ടിവിയിൽ വരെ വന്നു. ആ ചേട്ടൻ നമ്മുടെ പറമ്പിലൊക്കെ തൊടിയിലൊക്കെ പണിയുന്ന ഒരു ചേട്ടനാണ്. പൊന്നപ്പൻ എന്നാണ് ആ ചേട്ടൻ്റെ പേര്. ഒരു രക്ഷയില്ല, അസാധ്യമായിട്ട് പാടും. അപ്പം ഞാൻ ആ ചേട്ടനെ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ആ ചേട്ടൻ കാണാതെയാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ചേട്ടൻ നമ്മളെ കണ്ട്, പക്ഷെ എന്താണെന്നറിയില്ല കേട്ടാ. വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക. സാധാരണ ഇതുപോലെയൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ വീഡിയോ എടുക്കുന്നുണ്ട്. ആ, ചെറുതായിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയണമായിരുന്നു. അത് നമുക്ക് ഞാനേ മൈക്ക് കണക്ട് ചെയ്യാം, എന്നിട്ട് നമുക്കൊന്ന് 2 ഡയലോഗ് പണിയൊക്കെ ഒന്ന് ചെറുതായിട്ട് നിർത്തിക്കും. അപ്പൊ ചേട്ടാ നമസ്കാരം. നമസ്കാരം. അപ്പൊ 2-3 കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആദ്യം തന്നെ ചേട്ടന്റെ പേരൊന്ന് പറയാമോ? പൊന്നപ്പൻ. പൊന്നപ്പൻ നമുക്കറിയാം, എന്നാലും പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ ചേട്ടൻ നമ്മുടെ ഇവിടെയൊക്കെ വന്ന് വർഷങ്ങളായിട്ട് കൂലിവേല കാര്യങ്ങളൊക്കെ എല്ലാ വീട്ടിലും പോയി ചെയ്യുന്നുണ്ട്. ഈ തോട്ടപ്പണിയിലെ രാജാവാണ് ശരിക്കും പറഞ്ഞാൽ, ചെടികളുടെ കാര്യത്തിലൊക്കെ. അപ്പൊ എത്ര നാളെ ചേട്ടാ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ട്? അപ്പത്തെ ഒരു 22 വയസ്സ് പോലെ തുടങ്ങിയതാ ചെയ്യുന്നതാണ് അല്ലേ, ചെറുപ്പത്തിലെ തൊട്ട്. ആ, അതുപോലെ ചേട്ടൻ പാടി വൈറലായി ഇന്നാളൊരു വീഡിയോ. അപ്പൊ ചേട്ടൻ ശരിക്കും സംഗീതം പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പാടുന്ന ഒരു കലാകാരനാ അല്ലേ? അപ്പൊ ഫ്ലവേഴ്സ് ടിവിയിലൊക്കെ പോയെന്ന് പറഞ്ഞല്ലേ ചേട്ടല്ലേ? അത് ഇന്ന് വൈകിട്ട് നമ്മുടെ പ്രോഗ്രാം ടിവിയിലുണ്ട്. ഇന്ന് വൈകിട്ടുണ്ട് അല്ലേ? അപ്പൊ എത്ര ദിവസമായി ഇപ്പൊ പോയിട്ട് വന്നിട്ട്? പോയിട്ട് 7-8 ദിവസമായി. അപ്പൊ ആ വൈറലായ വീഡിയോ കണ്ടിട്ട് വിളിച്ചാണോ? അതെ. അപ്പൊ ചേട്ടാ നമുക്ക് വേണ്ടി ഒരു പ്രേക്ഷകർക്ക് വേണ്ടി ഒരു പാട്ട് പാടണല്ലോ ചേട്ടാ? പാടാമല്ലോ. ഒന്ന് പാടിത്തരാവോ? ഓക്കെ. അപ്പൊ ഓക്കെ, ചേട്ടനൊരു പാട്ട് പാടാൻ പോവാണ്. ഏറ്റു പറയുമ്പോൾ പാപങ്ങളൊക്കെയും മാറ്റുന്നൊരപ്പനല്ലേ എന്റെ ഏറ്റുമാനൂരപ്പനല്ലേ. ഏറ്റു പറയുമ്പോൾ പാപങ്ങളൊക്കെയും മാറ്റുന്നൊരപ്പനല്ലേ എന്റെ ഏറ്റുമാനൂരപ്പനല്ലേ. 7:30 പൊന്നാന എഴുന്നള്ളത്തിൽ ഏഴകൾ കൺപാർക്കും ആഘോഷത്തിൽ എന്നെയും കൂട്ടുകില്ലേ, എന്നെയും കൂട്ടുകില്ലേ. ഏറ്റു പറയുമ്പോൾ പാവങ്ങളൊക്കെയും മാറ്റുന്നൊരപ്പനല്ലേ എന്റെ ഏറ്റുമാനൂരപ്പനല്ലേ. അടിപൊളിയായിട്ടുണ്ട്, ഒരു രക്ഷയില്ല. എന്ന് പറഞ്ഞാ നമ്മള് ഇപ്പൊ ഒരു മ്യൂസിക് ഒന്നും ഇല്ലാതെയാണ് ഇപ്പൊ നമ്മള് ഇത് കേട്ടത്. എങ്കിൽ പോലും നമുക്ക് ഭയങ്കര രസമായിട്ട് തന്നെ തോന്നിയല്ലേ? അല്ല, ഇപ്പൊ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവർക്ക് അതുപോലെ തന്നെയാണ്. അപ്പൊ നമുക്കൊരു വേറൊരു ഗാനം കൂടി നമുക്കൊന്ന് ചേട്ടനൊന്ന് പാടാം. പഴയ ഏതെങ്കിലും പടത്തിലെ ഏതെങ്കിലും സോങ്സ് നമുക്ക് അപ്പുറത്ത് അവിടെ വെച്ച് ഷൂട്ട് ചെയ്യാം. അതായത് വെയിലടിക്കുന്നുണ്ട്, നമുക്ക് അപ്പുറത്ത് വരുന്ന ഷൂട്ട് ചെയ്യാം. ശരിക്കും പറഞ്ഞാല് ചേട്ടൻ ജോലി ചെയ്തോണ്ടിരിക്കാൻ നേരത്ത് വരെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഹമ്മിങ് പോലെ. അപ്പൊ നമ്മളെ വിചാരിക്കുന്നത് എന്തെന്നാണെന്ന് വിചാരിക്കും. ചേട്ടൻ ഭയങ്കര രസത്തോടുകൂടി ആസ്വദിച്ച് പുള്ളി തന്നെ. അപ്പൊ ഞാനിവിടെ ചേട്ടൻ എപ്പോഴും വരുമ്പോ പാട്ട് വെച്ച് കൊടുക്കും. പഴയ പടത്തിലെ പാട്ട് ഇവിടെ നമ്മൾ ബ്ലൂടൂത്ത് സ്പീക്കറിൽ വെച്ച് കൊടുക്കും. അപ്പൊ ചേട്ടൻ്റെ ഒരു ആവേശമാണ് ജോലിയിൽ. നമുക്കൊക്കെ ഇപ്പൊ പുതിയ പാട്ടെന്ന് പറഞ്ഞ പോലെ ചേട്ടൻ ആ പഴയ പടത്തിൽ. അപ്പം ഒരു പാട്ട് ഞാൻ വെച്ചു കൊടുക്കാൻ നേരത്തെ തന്നെ ചേട്ടനാ ഇന്ന പടത്തിലെ പാട്ടാന്ന് പറയും. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പഴയ പടത്തിലെ, ഇപ്പൊ ഉദാഹരണം ഏതെങ്കിലും ഒരു പടത്തിൽ നമ്മൾ വെച്ചു കൊടുക്കുക, ഉടനെ പുള്ളി ഇത് വിഷുക്കണ്ണിയിലെ പാട്ടല്ലേ. അപ്പൊ നമുക്കിത് അറിഞ്ഞുകൂടാ.
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. രസമാണ്. അതുപോലെ ജോലിയൊക്കെ നല്ല ക്ലീനായിട്ട് ചെയ്യും. ആട്ടൊരു സൈഡ് നടക്കും ചേട്ടൻ്റെ. അതൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. ആസ്വദിച്ച് തന്നെ ജോലി ചെയ്യുന്നൊരു സാധാരണക്കാരനൊരു കൂലിപ്പണിക്കാരൻ തന്നെയാണ് നമ്മുടെ പൊന്നപ്പൻ ചേട്ടൻ. ശരിക്കും പറഞ്ഞ ഫ്ലവേഴ്സിലെ തങ്കപ്പൻ ചേട്ടനാവും ഇപ്പം. അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ ഒരു അടുത്തൊരു ഗാനം കൂടി കേൾക്കാം. അതിന് മുമ്പ് 2 കാര്യം ചേട്ടനോട് ചോദിക്കാനുണ്ട്. ചേട്ടാ, പിന്നെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ വൈഫ്, ആ 2 മക്കള്, ആ പിന്നെ ഇപ്പം ഉള്ളത് മോടെ കുഞ്ഞുങ്ങൾ 2 പേരും ഭർത്താവൊക്കെ ഉണ്ട് കൂടെ ഉണ്ട് അല്ലേ? ആ സുഖമായിട്ട് തന്നെ. അങ്ങനെയൊക്കെ പോകുന്നു. നല്ല കുഴപ്പമില്ല. നമ്മുടെ വാഴപ്പള്ളി ആൾക്കാർക്ക് വേണ്ടി ഞാൻ ചോദിക്കാൻ, എനിക്കറിയാം ചേട്ടൻ്റെ വീട് കാര്യങ്ങളെല്ലാം. ചങ്ങനാശ്ശേരി വാഴപ്പള്ളിയിൽ 1-ാം വാർഡിലാണ് ചേട്ടൻ താമസിക്കുന്നത് അല്ലേ? അതെ. ശരി. അപ്പോൾ നമുക്കൊരു വേറൊരു ഗാനത്തിലേക്ക് കിടക്കാം അല്ലേ? സന്യാസിനി ഓ സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. ആരും തുറക്കാത്ത പൂമുഖവാതിലിൽ അന്യനെപ്പോലെ ഞാൻ നിന്നു. സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു. ആരും തുറക്കാത്ത പൂമുഖവാതിലിൽ അന്യനെപ്പോലെ ഞാൻ നിന്നു. സന്യാസിനി ഓ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ പൊന്നപ്പച്ചേട്ടൻ്റെ കൂടെ ആയിരുന്നു. കിഡിലുമായിട്ട് പാടണില്ലേ? ശരിക്കും പറഞ്ഞാൽ ഈ ചേട്ടനൊക്കെ പണ്ടേ തന്നെ ഇതുപോലെയുള്ള ഫ്ലവേഴ്സ് TV അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ പോകണ്ടായിരുന്നു. ഈ കഴിവ് ആരും തിരിച്ചറിയാതെ പോയി. ശരിക്കും പറഞ്ഞാൽ കുറേ സ്ഥലത്ത് ഗാനമേള, ചെറിയ രീതിയിലുള്ള പരിപാടികൾ കാര്യങ്ങളൊക്കെ ചേട്ടൻ ചെയ്തു പോകുന്നുണ്ടെങ്കിലും ഇപ്പോഴാണ് ചേട്ടൻ്റെ സമയം തെളിഞ്ഞതെന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ കുറേ പരിപാടികൾക്കൊക്കെ ചേട്ടനെ വിളിക്കുക. ചേട്ടൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം എല്ലാവർക്കും ഒരു ഹൈ. ചേട്ടാ ഒരു ബൈ പറഞ്ഞേ. അപ്പോൾ ബൈ. മറ്റൊരു വീഡിയോ ബൈ കാണുന്നവരെ ബൈ ഫ്രം ജീവേഷ്. അപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ്റെ പരിപാടി ഫ്ലവേഴ്സ് TVയിലുണ്ട്. അപ്പോൾ എല്ലാവരും കാണുക. പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഈ വീഡിയോ അതുപോലെ തന്നെ പറ്റുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. നമ്മുടെ ഈ അനുഗ്രഹീതനായ കലാകാരനെ നമ്മൾ മറക്കാൻ പാടില്ല. അപ്പോൾ ശരി.